രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. പാല കൂത്താട്ടുകുളം റോഡിൽ നിന്നും അല്പദൂരം മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ വശത്ത് ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ കവാടം കാണാം. കവാടത്തിന് മുകളിലായി ഗണപതി, ശ്രീരാമ പട്ടാഭിഷേകം, സരസ്വതി എന്നീ രൂപങ്ങൾ കാണാം. കൂടാതെ ഇരുവശങ്ങളിലുമായി ഹനുമാൻ, നാരദൻ എന്നിവരുടെ രൂപങ്ങളുമുണ്ട്. ഇവിടെ നിന്നും അല്പദൂരം നടന്നാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്താം. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമപുരം ഗ്രാമത്തിന് ആ പേര് വരാൻ തന്നെ കാരണമായത് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹു മഹാവിഷ്ണുവായി കുടികൊള്ളുന്ന വിഷ്ണുവിൻ്റെ സപ്തമാവതാരമായ ശ്രീരാമസ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, സീതാദേവി, ഹനുമാൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരും കുടികൊള്ളുന്നുണ്ട്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ നാലമ്പലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ നാലമ്പലങ്ങളുള്ളത് കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലാണ്. അവയിൽ ആദ്യത്തെ ക്ഷേത്രമാണിത്. എന്നാൽ ആദ്യത്തെ നാലമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രങ്ങളെല്ലാം 4 കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത്. രാമപുരത്തു നിന്നും 3 കിലോമീറ്റർ പടിഞ്ഞാറു മാറി കൂടപ്പുലത്ത് ലക്ഷ്മണനും, അവിടെ നിന്നും അത്രയും ദൂരം തന്നെ കിഴക്ക് മാറി ഭരതനും, അവിടെ നിന്നും അത്രയും ദൂരം തന്നെ വടക്ക് കിഴക്ക് മാറി മേദിരയിൽ ശത്രുഘ്നനും കുടികൊള്ളുന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ആയിരങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ദർശിച്ച് നിർവൃതി നേടാറുണ്ട്. മറ്റ് നാലമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ദർശനം നടത്തി പോരാം എന്നൊരു സൗകര്യവുമുണ്ട്. ഇത് ഒരു ഊരാഴ്മ ക്ഷേത്രമാണ്. അതിമനോഹരമാണ് ഇവിടുത്തെ കിഴക്കേ ഗോപുരം. 2 നിലകളോടുകൂടിയ ഗോപുരത്തിൻ്റെ ഇരുനിലകളും ഓടുമേഞ്ഞിട്ടുണ്ട്. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യമെത്തുന്നത് ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിലാണ്. താരതമ്യേന ചെറിയ ആനക്കൊട്ടിലാണിത്. എന്നാൽ എഴുന്നള്ളിപ്പുകൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാനാവും. ആനക്കൊട്ടിലിനപ്പുറം ഭഗവത് വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൊടിമരത്തിനപ്പുറം ബലിക്കൽപ്പുര പണിതിരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സാമാന്യം വലിപ്പമുള്ള ബലിക്കല്ലാണിത്. അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ വിഗ്രഹം കാണാൻ സാധിക്കില്ല. ബലിക്കൽപ്പുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ഏകദേശം 3.5 ഏക്കർ വലിപ്പമുള്ള മതിലകമാണ് രാമപുരം ക്ഷേത്രത്തിലേത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അത്യുഗ്ര ദേവതയായ ഭദ്രകാളി ദേശദേവതയായി കണക്കാക്കപ്പെടുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിനടുത്ത് ആൽമരച്ചൂട്ടിൽ നാഗദൈവങ്ങൾ കുടികൊള്ളുന്നു. പരിവാര സമേത നവനാഗ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ചെറിയൊരു ഗണപതി ക്ഷേത്രമുണ്ട്. ഇവയ്ക്കിടയിലാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. വടക്കു കിഴക്കേ മൂലയിൽ ചെറിയ ശ്രീകോവിലിൽ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമി കുടികൊള്ളുന്നു. തീരെ ചെറിയ പ്രതിഷ്ഠയാണിത്. എങ്കിലും സവിശേഷ പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണിത്. ശ്രീരാമന് വഴിപാട് കഴിക്കുന്നവർ ഹനുമാനും വഴിപാട് കഴിക്കാറുണ്ട്. തൻ്റെ ഭക്തനായ ഹനുമാനെ പ്രീതിപ്പെടുത്താതെ ശ്രീരാമൻ പ്രസാദിക്കില്ല എന്നാണ് വിശ്വാസം. ഹനുമാന്റെ ശ്രീകോവിലിന് സമീപത്തു തന്നെയാണ് ബ്രഹ്മരക്ഷസിൻ്റെയും യക്ഷിയുടെയും പ്രതിഷ്ഠകൾ സ്ഥിതി ചെയ്യുന്നത്. സാമാന്യം വലിപ്പമുള്ള വട്ട ശ്രീകോവിലാണ് ക്ഷേത്രത്തിനുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിലായി സ്വർണ്ണ താഴികക്കുടവുമുണ്ട്. ശ്രീകോവിലിന് അകത്ത് 2 മുറികളാണുള്ളത്. അവയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹമാണ്. മഹാവിഷ്ണുവിൻ്റെ 7ാം അവതാരമായ ശ്രീരാമസ്വാമി 6 അടി ഉയരം വരുന്ന ചതുർബാഹു വിഷ്ണു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു.
വിഗ്രഹരൂപം പൂർണ്ണമായും മഹാവിഷ്ണുവിൻ്റേതാണ്. പുറയിൽ വലത് കൈയിൽ സുദർശന ചക്രവും പുറയിലെ ഇടത് കൈയിൽ പാഞ്ചജന്യം ശംഖും മുന്നിലെ ഇടത് കൈയിൽ തലകീഴായി കൗമോദകി ഗദയും മുന്നിലെ വലത് കൈയിൽ താമരയും കാണാം. പട്ടാഭിഷേക സമയത്തെ ശ്രീരാമനായാണ് പ്രതിഷ്ഠാസങ്കല്പം. അതിനാൽ ഏറ്റവും മംഗളകരമായ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. സീതാസമേതനായി പീഠത്തിലിരിക്കുന്ന ഭഗവാൻ അനുജന്മാരുടെയും ഹനുമാൻ, സുഗ്രീവൻ, അംഗദൻ, ജാംബവാൻ, വിഭീഷണനടക്കമുള്ള ഭക്തരുടെയും സേവനമേറ്റി വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശ്രീലകത്ത് വിരാജിക്കുന്നു. പ്രധാന ശ്രീകോവിലിന് മുൻപിലായി ഒരു നമസ്കാര മണ്ഡപം പണി കഴിപ്പിച്ചിട്ടുണ്ട്. 16 കാലുകളോടുകൂടിയ അസാമാന്യം വലിപ്പമുള്ള ഒരു നമസ്കാര മണ്ഡപമാണ് ഇവിടെയുള്ളത്. ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച മണ്ഡപത്തിൻ്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണ താഴികക്കുടവും സ്ഥാപിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഇതിൻ്റെ ഓരോ തൂണും. രാമായണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം തുടങ്ങിയ കൃതികളിൽ നിന്നെടുത്ത പല രൂപങ്ങൾക്കും ഇവിടെ ശില്പാവിഷ്കാരം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. മണ്ഡപത്തിലെ ഒരറ്റത്ത് ഗരുഡ പ്രതിഷ്ഠയുമുണ്ട്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ നടയടയ്ക്കുന്നു. വീണ്ടും വൈകിട്ട് 4 മണിക്ക് നട തുറന്ന് രാത്രി 8 മണിക്ക് നടയടയ്ക്കുന്നു. കുരുപ്പക്കാട്ട് മനയ്ക്കാണ് ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം. ശ്രീരാമക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കി അടുത്ത ദർശന ക്ഷേത്രമായ കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.